ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ നാരക ചെടിയെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ വീടുകളിലെല്ലാം ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ചെടിയാണ് നാരകം. അത് നമ്മുടെ വീട്ടിൽ ഒരു നാരകമുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വെയിൽ സമയത്തൊക്കെ നമ്മൾ പുറത്തൊക്കെ പോയി കയറി വരുമ്പോൾ ഒരു നാരകമുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് നാരങ്ങ പറിച്ച് പിഴിഞ്ഞ് നമുക്ക് കുടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അച്ചാർ ആവശ്യമുള്ളപ്പോൾ നമുക്കത് അച്ചാറിടുവാനും ഒക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് നാരങ്ങയാണ്. അപ്പോൾ നാരങ്ങ നമ്മൾ പുറത്തു നിന്ന് മേടിക്കണമെങ്കിൽ സീസൺ അല്ലാത്ത സമയത്ത് നാരങ്ങ നല്ല വില കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു നാരക ചെടി ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായി അതിൽ നിന്ന് നാരങ്ങ പറിച്ച് ഒരു വിഷവും അടിക്കാത്ത നല്ല നാരങ്ങ പറിച്ച് കറി വെക്കുവാനും പിഴിഞ്ഞു കുടിക്കുവാനും ഒക്കെ കഴിയും. പ്രത്യേകിച്ച് നമ്മൾ പുറത്തു നിന്ന് കുടിക്കുന്ന ജ്യൂസിനേക്കാളും ഒക്കെ ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ വന്നൊരു നാരങ്ങ പിഴിഞ്ഞു കുടിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഉന്മേഷമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു നാരകച്ചെടി ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്ന് തന്നെ കൂടുതൽ പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. പ്രത്യേകിച്ച് അതിന് ഒരു ചിലവും നമുക്കില്ല. ആർക്ക് വേണമെങ്കിലും സ്വന്തമായിട്ട് പുതിയ ചെടികൾ നമുക്ക് നമ്മുടെ നാരകത്തിൽ നിന്ന് തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതിന് പറ്റിയ ഏറ്റവും നല്ല മാർഗം ലെയറിംഗ് ആണ്. അപ്പം അത് ചെയ്യുന്നത് നമ്മുടെ ഒരു കമ്പ് ഇതുപോലൊരു കമ്പാണെങ്കിൽ അതിൻ്റെ കുറച്ച് ഭാഗം അതിൻ്റെ തൊലി വട്ടത്തിൽ എടുത്ത് കളഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഒരു പ്ലാസ്റ്റിക് കവറിനകത്തിട്ട് അതിലോട്ട് വെച്ച് നല്ല പോലെ ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുത്താൽ മാത്രം മതി. ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ അത് ധാരാളം വേര് പിടിക്കുകയും നമുക്ക് അത് കട്ട് ചെയ്ത് പുതിയ ചെടികളാക്കി ഗ്രോ ബാഗിലോ തറയിലോ ഡ്രമ്മുകളിലോ ഒക്കെ നമുക്ക് കുഴിച്ച് വെച്ച് ധാരാളം നാരങ്ങ പറിക്കാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ലവണ്ണം കായ്ഫലമുള്ള നാരകത്തിൻ്റെ കമ്പിൽ വേണം നമ്മൾ ലെയർ ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നല്ല കായ്ഫലങ്ങൾ നമുക്കതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ഈ നാരകത്തിൽ ധാരാളം നാരങ്ങ നമുക്ക് തന്ന നാരകമാണ്. ഇപ്പോഴും കുറച്ച് നാരങ്ങ നമുക്കിതിൽ കിടപ്പുണ്ട്. ധാരാളം ഇത് സീഡ്ലെസ് നാരകമാണ്. അതിനകത്ത് നമ്മൾ കമ്പിൽ ലെയർ ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതുപോലെ നമ്മൾ നല്ല കമ്പ് നോക്കി ലെയർ ചെയ്തെടുക്കുക. ഇവിടെയൊക്കെ നമ്മൾ കൂടുതൽ ലെയർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ തൈകൾ നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഇത് സീഡ്ലെസ് നാരകമാണ്. കാര്യം ഇതിന് ധാരാളം നീര് നമുക്കിതിൽ നിന്ന് കിട്ടും. സാധാരണ ചെറുനാരകം പിഴിയുന്ന പോലെ നമുക്ക് കൈക്ക് പെട്ടെന്ന് പിഴിയാൻ ഈ നാരകം സാധിക്കത്തില്ല. കാരണം ഇതിൻ്റെ തോടിന് നല്ല കട്ടിയുണ്ട്. നമുക്കൊരു നാരങ്ങ ഞെക്കി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ പീസാക്കിയാണെങ്കിലും നമുക്ക് പിഴിഞ്ഞെടുക്കാം. നാരകത്തിൽ കണ്ടുവരുന്ന വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നാരകത്തിൽ പെട്ടെന്ന് പുഴുശല്യം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. നാരകത്തിൻ്റെ ഇലകളൊക്കെ പുഴുക്കൾ വന്ന് പെട്ടെന്ന് നശിപ്പിക്കുന്നതായിട്ട് നമ്മൾ നാരകം വെക്കുന്നിടത്ത് കാണുന്നുണ്ട്. നാരകം മാത്രമല്ല, നാരകത്തിൻ്റെ ആ ഒരു ഇനത്തിൽപ്പെട്ട ഓറഞ്ച്, അങ്ങനെയുള്ള ബുഷ് ഓറഞ്ച്, അങ്ങനെയുള്ള ഓറഞ്ച് ചെടികളിലും നാരകങ്ങളിലും ഇതിൻ്റെ ഇലകളെല്ലാം നശിപ്പിക്കുന്ന പുഴുക്കൾ നമ്മൾ ഒരു ദിവസം വന്ന് നോക്കുമ്പോൾ പുഴുക്കളെല്ലാം നമ്മൾ നശിപ്പിച്ചാലും അടുത്ത ദിവസം വരുമ്പോഴും അതുപോലെ തന്നെ പുഴുക്കൾ ധാരാളമായിട്ട് നാരകത്തിൽ അറ്റാക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം പുഴുക്കളെ കളയുന്ന മരുന്ന് മേടിച്ചടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതുകൂടാതെ നമ്മൾ ദിവസവും കയറുമ്പോൾ പുഴുക്കളെ കാണുവാണെങ്കിൽ അതിൽ നിന്ന് മാറ്റി നശിപ്പിച്ച് കളയുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. പുഴുക്കൾ കയറിയാലുള്ള കുഴപ്പം നാരകത്തിൻ്റെ ഇലകൾ ഇതുപോലെ തിന്നു കളയുകയും
നമ്മുടെ നാരകത്തിൻ്റെ വളർച്ചയെ മുരടിപ്പിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ മുരടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പൂ ഉണ്ടാകുവാനും കാ പിടിക്കുവാനും ഒക്കെ വളരെ താമസമാണ്. നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്, നാരകം വെക്കും പക്ഷേ അതിനകത്ത് കായോ ഒന്നും പിടിക്കുന്നില്ല എന്ന് പലരും പരാതി പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതുപോലെ പരിചരിച്ചാൽ മാത്രമേ നമുക്ക് ഏത് പ്ലാന്റ് വെച്ചാലും അതിനകത്ത് ഫലങ്ങൾ കിട്ടത്തുള്ളൂ. അപ്പം ആവശ്യമായ വളങ്ങൾ നമ്മൾ കൊടുക്കണം. നാരകത്തിനൊന്നും അധികം വളങ്ങളുടെ ആവശ്യമില്ല. കുറച്ച് എല്ലുപൊടി, കുറച്ച് ചാണകപ്പൊടി, കുറച്ച് വേപ്പും പിണ്ണാക്ക്, ഇത്ര മാത്രം നമ്മൾ നാരകത്തിന് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നാരകത്തിന് പ്രത്യേകിച്ച് ഈ പുൽശല്യം മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ദിവസവും അത് നോക്കിയാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. നല്ലപോലെ നമ്മൾ നാരകത്തെ പരിചരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പുഴുക്കളൊക്കെ കളഞ്ഞ് ഇതുപോലെ പൂക്കൾ നമുക്ക് നാരകത്തെ ഉണ്ടാവും. ഇതാണ് നാരകത്തിൻ്റെ പൂ. ഇങ്ങനെ പൂക്കൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ നാരകം നല്ലവണ്ണം ശ്രദ്ധിക്കണം. അതുപോലെ എന്നും നമ്മുടെ ചെടികൾക്കിടയിലൂടെ ഒന്ന് വന്ന് സഞ്ചരിച്ച് അതൊക്കെ ഒന്ന് നോക്കുവാണെങ്കിൽ തന്നെ ചെടികളിൽ പ്രത്യേകിച്ച് കൂടുതൽ കായ്ഫലം ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായും നമ്മുടെ വീട്ടിലൊരു നാരകമുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള നാരങ്ങ നമുക്കതിൽ നിന്ന് പറിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഈ വിലയുള്ള സമയങ്ങളിൽ സ്വന്തമായി നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും വീടുകളിൽ ഇതുപോലെ ഒരു നാരകം വെച്ച് പിടിപ്പിച്ച് സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക. നമ്മുടെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നോടം വരെയും എല്ലാവർക്കും നന്ദി. താങ്ക് യു.